കാനഡയിൽ ആദ്യത്തെ നമ്മളെ ലോങ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എത്ര കിലോമീറ്ററാണ്? 287 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ മോൺട്രിയലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 10:15 ചിലപ്പോൾ അതിനും ലേറ്റ് ആവും ഫുഡ് കഴിക്കാനും. ചിലപ്പോൾ ഇനി പെട്രോൾ അടിക്കാൻ വേണ്ടി കയറേണ്ടി വരുമായിരിക്കും, അറിയില്ല, നോക്കാം. ഇപ്പോൾ നമ്മൾ 401 മെർജ് ചെയ്യാൻ വേണ്ടിയുള്ള പോക്കാണ്. വേൾഡിലെ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് ഹൈവേ ആണ് ഈ 401 എന്ന് പറയുന്നത്. ഇന്ന് പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ടൊന്നും നല്ല തിരക്കുണ്ടാന്ന് തോന്നുന്നു. എല്ലാവരും ലോങ് വീക്കെൻഡിൻ്റെ ഓരോ ഓട്ടത്തിലായിരിക്കും അല്ലേ? എല്ലാവരും ട്രിപ്പ് മോഡായിരിക്കും. ബ്ലോക്ക് കണ്ടോ? കാനഡയിൽ ആരും ബ്ലോക്കില്ലാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. 120 പോകേണ്ട ഏരിയ ആണ്. ഇപ്പോൾ നോക്കി അത്രയല്ലേ പോകുന്നത്. ഇഴഞ്ഞിഴഞ്ഞ് പോവാണ്. ഇതെന്താ ലോവർ ചെയ്ത ട്രക്കാണോ അല്ലേ? ഇത് ഹൈറ്റ് ഇല്ലല്ലോ. കുറച്ച് വീഡിയോ എടുത്തെടുത്തോ. ഫ്രണ്ടിലൊരു പോളോ ജിറ്റിയായി പോകുന്നുണ്ട്. ജിറ്റിയായി ട്രക്കിൻ്റെ അതിൻ്റെ എക്സോസ്റ്റൊക്കെ നോക്കി. ട്രക്ക് നല്ല കിട്ടും എക്സോസ്റ്റിലൊക്കെ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ബസ്. ലോങ് റൂട്ടിലേക്ക് പോകുന്ന ബസ്സാണ്. 2 നിലയുണ്ട്. ഡബിൾ ഡെക്കർ ബസ്. ഞാൻ ഡ്രൈവിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നീ വീഡിയോ എടുത്തു. ബ്ലോക്കെല്ലാം ഒഴിഞ്ഞ് നല്ലൊരു ഫ്രീ ആയിട്ടുള്ള സ്ഥലം കിട്ടി. ഇങ്ങനെ 120 ഇങ്ങനെ ക്രൂസ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, ഇങ്ങനെ വണ്ടി പോയിക്കോളും. മറ്റേ ക്രൂയിസ് കൺട്രോൾ ഓണാക്കി സ്റ്റിയറിംഗ് അസിസ്റ്റ് ഓണാക്കി ഇങ്ങനെ ഇരുന്നോളാം. എന്നെ സ്ട്രെയിറ്റ് ആണ്, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഇവിടെ ഇങ്ങനെ ബോറടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഓൺ റൂട്ട് നിർത്തിയിട്ട് ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാന്നൊക്കെ വിചാരിക്കുന്നു. ഒന്ന് ഫ്രഷ് ആണ്. ഓൺ റൂട്ട് എന്ന് പറയുന്നത് ഇതേപോലെ എന്താ കുറേ ഓടി റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്ഥലം. അവിടെ എല്ലാ സാധനവും ഉണ്ടാവും. ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനും അങ്ങനത്തെ സൗകര്യം ഉണ്ടാവും. വാഷ്റൂം ഫെസിലിറ്റീസൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സ്ഥലം. അത് മിക്കവാറും ഓരോ 100-130 കിലോമീറ്ററൊക്കെ കഴിയുമ്പോഴൊക്കെ ഉണ്ടാവും ഈ സംഭവം. ലെഫ്റ്റ് സൈഡിൽ വണ്ടിയൊക്കെ പറപ്പിച്ച് വിടുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഓൺ റൂട്ട്. തിരക്കാണല്ലോ. എല്ലാവരും ഇവിടെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവും. 69 കിലോമീറ്ററിന്റെ അടുത്തുണ്ട്. പകുതിയോളമായി. അപ്പൊ ഏകദേശം ഒരു 2.5 മണിക്കൂറോട് ഓടിച്ചു. ഒരു 150 കിലോമീറ്റർ കവർ ചെയ്ത് പോകുന്നല്ലേ. ഇനിയും കുറേ പോകാനുണ്ട്. എന്നിട്ട് ഒരു ഓൺ റൂട്ടിൽ ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടി കയറിയേക്കാണ്. എന്നാൽ പിന്നെ റെസ്റ്റ് എടുത്തിട്ട് വരാം. ഒന്ന് വാഷ്റൂമൊക്കെ പോയിട്ട് വരാം. ഓൺ റൂട്ടും കാണിച്ചു തരാം എങ്ങനെ സംഭവം. അതായത് നമ്മുടെ നാട്ടിൽ ഹൈവേ വരുന്നില്ലേ, അവിടെയൊക്കെ ഇങ്ങനെ ട്രക്ക് പാർക്കിങ്ങും അങ്ങനത്തെ സാധനമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊരു നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇങ്ങനെ ഇവിടെ തന്നെ നല്ല തിരക്കുണ്ട്. ഞാൻ കാണിച്ചു തരാം. പുറത്തു പോയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഓൺ റൂട്ടിലെ പെട്രോൾ പമ്പും പിന്നെ കുറേ സ്റ്റോഴ്സ് ഉണ്ട് ഇവിടെ. തൊട്ടടുത്ത് സ്റ്റാർബക്സ് ഉണ്ട്. പിന്നെ ഏതാളുള്ളത് CIBC ഒക്കെ ഉണ്ട്. ഇതവിടെ കണ്ടു ട്രക്ക് പാർക്ക് ചെയ്തിട്ട് കുറേ ട്രക്കൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് വരാം. ഇതാ കുറേ സ്റ്റോറുണ്ട്. അതൊക്കെ ഉണ്ട്. നമ്മളേക്ക് വാഷ്റൂമൊക്കെ പോവാണ്. വാഷ്റൂമൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല.
ഓക്കെ ഓക്കെ. എനിക്ക് അതേപോലെ തന്നെയായിരുന്നു. ഇവിടുത്തെ പിന്നെ ടോയ്ലറ്റിൻ്റെ റൂമൊക്കെ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാവും, അതിൻ്റെയൊക്കെ കാണാൻ പറ്റും. എന്താണ് അങ്ങനെയൊക്കെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ വെൻഡിങ് മെഷീൻസ് ഐസ്ക്രീമാണ്. അങ്ങനെയൊക്കെ വീഡിയോ ഉണ്ടോ? ഞാൻ വാക്സിൻ്റെ ബാഗ് കണ്ടിട്ടുണ്ട്, വാക്സിൻ ട്രങ്ക്. അതൊക്കെ പുതിയ സെറ്റപ്പാണ്. നമ്മൾ ട്രാവലിന് പോകുമ്പോൾ എന്തൊക്കെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ കാണിച്ചിടാം. ശരി, കാർ തുറക്കാം. ഓക്കെ. ഇതാണ് നമ്മൾ കുറേ വെള്ളം കുപ്പികൾ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ നയാഗ്രേൻ്റെ ട്രിപ്പിൽ വെള്ളം കിട്ടാതെ അലയായിരുന്നു. വെള്ളത്തിന് ഇത്ര $6 ഉണ്ടായിരുന്നു. ഇതാകുമ്പോൾ ഈ ഒരു സംഭവത്തിന് $2 മറ്റേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം സ്നാക്സൊക്കെ എടുത്തിട്ടുണ്ട്. ഒരാൾ ബ്ലെൻഡറൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്രോട്ടീൻ പൗഡർ ഉണ്ട്, ബ്രെഡ് ഉണ്ട്, പീനട്ട് ബട്ടർ ഉണ്ട്, പ്രോട്ടീൻ മിക്സി, പഴമൊക്കെ എടുത്തിട്ടുണ്ട്. എന്നൊക്കെ എടുക്കാനുണ്ട് കഴിക്കാൻ വേണ്ടി. നട്ട്സ് ഇപ്പം എടുത്തോ, കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. ഇതെടുത്തോ, ഇതാക്കിയില്ല ടേസ്റ്റ്. ഓക്കെ. പിന്നെ ഇതാ കുറച്ച് ചെരുപ്പൊക്കെ എടുത്തിട്ടുണ്ട്. മതി മതി. നമ്മളെന്താ സ്നാക്സ് എടുക്കാൻ വേണ്ടി തുറന്നേ, അപ്പം ഇതും കൂടി കാണിച്ചു തരാം. ഓക്കെ. സമയത്ത് 6:45 സൺസെറ്റൊക്കെ ആയി തുടങ്ങി. കുറേ വണ്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലേ, അകത്ത് നല്ല തിരക്കുമായിരുന്നു. അപ്പം നമ്മൾ ഡ്രൈവ് ആരംഭിക്കാം. എങ്ങനെ നമ്മൾ ഓടി ഓടി എവിടെ എത്തി? ഏതാ സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല. മോറിസ്ബർഗ് എത്തിയിരിക്കുകയാണ്. കുറേ ഓടി, ഏകദേശം 484 കിലോമീറ്റർ ഓടി. ഇനിയും ഉണ്ട് 106 കിലോമീറ്റർ, 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അടുത്ത റൂട്ട് കയറി. എന്താ കിട്ടുകയെന്ന് അറിയില്ല. ഉള്ളിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ KFC കഴിക്കണമെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ ഇതിന് തൊട്ട് മുന്നത്തെ അവിടെ ഉണ്ടായിരുന്നല്ലേ, ഓൺ റൂട്ടിലുണ്ടായിരുന്നു. പക്ഷെ അവിടെ കയറിയില്ല. അടുത്തേൽ പോകാമെന്ന് വെച്ചിട്ട് വന്നു. ഇവിടെ ആണെങ്കിൽ ഒന്നുമില്ല. പോയി നോക്കട്ടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ. ഫുഡിന് വേണ്ടി ഒരു ATM ഹോട്ടലിൽ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്? സ്കിറ്റിയും ഒരു എന്തോ പിസയാണ്, റാപ്പും ഒരു പിസയാണ്. ഇപ്പം നമ്മൾ സാധനം കെട്ടി ഇനി കഴിക്കാൻ പോകാം. തുറന്നോ, ഇരങ്കെടുത്ത് കഴിച്ചോ. ഇത് കട്ടൻ ചായ, പിസ്സ. പരമേശ്വരനാണ് ഉണ്ടായിരുന്നു. പരമേശ്വരൻ എന്ത് പിസയായിരുന്നു? കുഴപ്പമില്ലേ? ഓക്കെ, കഴിച്ചോടാ. നല്ല വിശപ്പുണ്ട്, കഴിക്കാൻ തുടങ്ങിട്ടെന്നാ. അപ്പോൾ നമ്മൾ മോൺട്രിയൽ എത്തിയിരിക്കുകയാണ്. മോൺട്രിയൽ എത്തിയില്ലേ? മോൺട്രിയൽ സിറ്റി അല്ല, മോൺട്രിയലിൻ്റെ അടുത്ത് നമ്മൾ റൂം എടുത്ത സ്ഥലത്ത് വന്നു. ഇന്നലെ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. നേരെ ഇങ്ങോട്ട് വന്ന് അടിച്ച് പഠിച്ച് ഇവിടെ എത്തി, ഉറങ്ങി എണീറ്റു. ഇതാണ് നമ്മൾ വന്ന റൂം. അത്ര വലിയ ഇതൊന്നുമില്ല. അത്ര 2 ദിവസത്തേക്ക് $147 ആയത്. ചെറിയ AC ഒക്കെ ഉണ്ട്. ഇത് ഭയങ്കര സൗണ്ടായിരുന്നു രാത്രി. പിന്നെ ഒരു ടവർ ഫാൻ ഉണ്ട്. പിന്നെ ചെടിയൊക്കെ ഉണ്ട്. അത് ടേബിളുണ്ട്. ഇതൊക്കെയാണ് ബെഡ് സെറ്റപ്പ്.
ചെറിയ റൂമാണ്. ഇതൊരു വീടാണ്. ആ വീടിൻ്റെ ഓരോ റൂമിലായിട്ട് ഇവരിങ്ങനെ കൊടുത്തു വയ്ക്കുക. പിന്നെ നമുക്ക് കിച്ചൺ യൂസ് ചെയ്യാം. ഒരു ബെഡ്റൂം, അത്യാവശ്യം ഒരു സ്ഥലമുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഒരു ലേക്കിൻ്റെ ഫ്രണ്ടിലാണ്. സെറ്റ് മുടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെയാണുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന്? ബ്രെഡും പീനട്ട് ബട്ടറും ബനാന പ്രോട്ടീൻ പൗഡർ അങ്ങനെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എയർബിഎൻബി ആയതുകൊണ്ട് കിച്ചണൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബ്ലെൻഡറൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. സ്മൂത്തി ഉണ്ടാക്കാമല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കിച്ചൺ ഇതൊക്കെ നോക്കട്ടെ. ഇപ്പോൾ വേറെയും ഗസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യും അല്ലേ? എപ്പോഴും ആദ്യമായിട്ട് വീഡിയോ എടുക്കും, പക്ഷേ ഇതില്ല. കാണിക്കാം, നോക്കാം. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഒക്കെ. വീടിൻ്റെ ബാക്ക് യാർഡിലെ പാർക്ക്. അപ്പം വീടിൻ്റെ പുറത്താണ്. ഇവിടെ എന്തോ വർക്കെല്ലാം നടക്കുകയാണ്. ഇത് മഴയൊക്കെ വന്നിട്ട് ബേസ്മെൻറ്റിൽ മൊത്തം വെള്ളമെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ എന്തൊക്കെയോ വർക്കൊക്കെ നടക്കുകയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇങ്ങനെ ടൗൺ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയൊക്കെയാണ്. മോൺട്രിയൽ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. നമ്മളെവിടേക്ക് പോകുന്ന ആദ്യം ഒരു മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് മെട്രോ എടുത്തിട്ട് ഡൗൺ ടൗൺ പോകാല്ലേ? ഇവിടെ പിന്നെ സിഗ്നൽ സിസ്റ്റം ഒക്കെ നല്ല വ്യത്യാസമുണ്ട് ടൊറന്റോനെ അപേക്ഷിച്ച്. ഇവിടെ ഏരോ മെയിനാണ്. ഏരോ ഒക്കെ നോക്കി പോകണം. സിഗ്നൽ കുറച്ച് വ്യത്യാസം. എന്താ പറയുക, റെഡിൽ റൈറ്റ് എടുക്കാൻ പാടില്ല, എന്തൊക്കെയുണ്ട്. പിന്നെ ലെഫ്റ്റ് എടുക്കണമെങ്കിൽ ലെഫ്റ്റ് ഏരോ തെളിയണം, മാത്രമേ ലെഫ്റ്റ് എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇതൊരു വണ്ടി ഫുൾ ഓവർ ചെയ്തിട്ടുണ്ട്. പോലീസ് ഫുൾ ഓവർ ചെയ്തിട്ടുണ്ട്. അവിടെ സിഗ്നൽ എല്ലാം ഫ്രഞ്ചിലുള്ളതുകൊണ്ട് മനസ്സിലായില്ല. എല്ലാം അത് ശരിക്കും ചിത്രപ്പണികൾ നോക്കി മനസ്സിലായിക്കോളാം. എവിടെയാണോ? നിങ്ങളപ്പോൾ ഒരു മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് വന്നേക്കാണ്. എന്നിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് മോൺട്രിയൽ ഡൗൺ ടൗണിലേക്ക് പോകാനുള്ള പ്ലാനാണ്. ഇവിടെ പാർക്കിംഗ് ടിക്കറ്റ് എടുക്കണം, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഫ്രഞ്ചെല്ലാം പഠിച്ച് ഭയങ്കര ഗ്ലാസും തൊപ്പിയൊക്കെ വെച്ചിട്ട് ജാടി അടിച്ച് നിൽക്കുന്നുണ്ട് ഫ്രഞ്ചൊക്കെ വായിച്ചോണ്ട്. ഓ, ഫ്രഞ്ച് അറിയാന്നുള്ള അഹങ്കാരം. അതാ ആ ബോർഡിൽ എന്താ എഴുതി വെച്ചേക്കുന്നത്? വായിച്ചോ. നൈറ്റ് 21 മണി മുതൽ 7 മണി വരെ വെക്കാൻ പാടുണ്ട്. നമ്മൾ പാർക്കിംഗ് ടിക്കറ്റ് എടുക്കാം. ഇപ്പോൾ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, പാർക്കിംഗ് ടിക്കറ്റ്.
മാക്സ് എടുത്തു. Place a receipt visibly on the dashboard. അപ്പോൾ ടിക്കറ്റ് Place the receipt visibly. So what? ഇനി ടിക്കറ്റ് ഡാഷ്ബോർഡിൻ്റെ മേലെ ഓപ്പൺ ആയിരിക്കുമല്ലോ. എന്നറിയാം ഗൈസ്. എല്ലാത്തിനും ഫ്രഞ്ചല്ലേ ഉള്ളത്. ഇംഗ്ലീഷ് അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെയാണ് അല്ലേ. സ്റ്റേഷനിൽ കയറിയിട്ട് അടുത്ത ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അവിടെ ടിക്കറ്റ് വെൻഡിങ് മെഷീനുണ്ട്. അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. നമ്മളിപ്പോൾ ഉള്ളത് സ്റ്റേഷൻ. ഇപ്പോൾ നമ്മൾ കാർഡ് എടുത്തേക്കാണ്. അൺലിമിറ്റഡ് ട്രാവലിൻ്റെയാണ് എടുത്തത്. ഇതിന് ഏകദേശം 2 പേർക്കും കൂടി $31. അപ്പം ഇന്ന് അൺലിമിറ്റഡ് മെട്രോയിൽ ട്രാവൽ ചെയ്യും. വീക്കെൻഡ് മൊത്തമാണോ? ശരിയോ? ഓക്കെ. അപ്പോൾ ഇത് കയറാൻ വേണ്ടി പോകാം. നിങ്ങൾ ഇവിടെ വെച്ചാൽ മതിയോ? ഫ്രഞ്ച് കട്ടുണ്ട്. ഒരൊറ്റ പോക്ക് പോയി. മോൺട്രിയാലൊക്കെ ഇല്ലേ, ദൂരം, അതൊക്കെ ഇതിൽ പോവാം, ഈ ടിക്കറ്റ് വെച്ച് പോവാം. ആണോ? ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതലാണ് എൻ്റെ പേഴ്സണൽ ട്രിപ്പ് പ്ലാൻ അതാണ്. എൻ്റെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നത്. എനിക്കൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വീഡിയോ എടുത്ത് നടന്നാൽ എന്ന് പറഞ്ഞേ. ഇതാണ് നമുക്കിനി ഡൗൺ ടൗണിലല്ലേ വേണ്ട. അഗ്രിഗോൺ ഡൗൺ ടൗൺ എവിടെയാണ്? ഡൗൺ ടൗൺ മോൺട്രിയൽ. വോയിസ് നമ്മൾ ഇറങ്ങാം. നമ്മൾ ആദ്യം കൂട്ടാ പോകുന്നത് ഓൾഡ് മോൺട്രിയലല്ലേ പോകുന്നത്. ഓൾഡ് മോൺട്രിയൽ സിറ്റി ആദ്യം കാണാം, മറ്റേ അങ്ങോട്ട് പോകും. vous souhaite la bienvenue à bord. Prochaine station. ഇപ്പം ഇവിടെ ഇറങ്ങി മറ്റേ ട്രെയിൻ കയറിയിട്ട് ഇവിടെ ഇറങ്ങി ലിയോണി ഗ്രൗലെക്സിൽ ഇറങ്ങി ഇവിടെ ഷാം ടി മാർസിൽ ഇറങ്ങും. ഇവിടെ എന്തോ പരിപാടി ഉണ്ട് തോന്നല്ലേ. എല്ലാവരും എന്തെല്ലാം കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ മോൺട്രിയലിൻ്റെ നഗരവീഥികളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അത് കൺസ്ട്രക്ഷനൊക്കെ നല്ല വ്യത്യാസമുണ്ടല്ലേ. ഇവിടെ ബിൽഡിംഗ് ഒക്കെ നല്ല കാണാൻ നല്ല രസമുണ്ട്. ഇതാണ് മോൺട്രിയൽ സിറ്റി ഹാൾ. നല്ല ഭംഗിയുണ്ട് കാണാൻ. യൂറോപ്യനാണോ ഫ്രഞ്ചാണോ? യൂറോപ്യനിലല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളിവിടെ ഇരുന്ന് ഈ ബിൽഡിങ്ങിൻ്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇപ്പോൾ ഇത്ര നേരം നടന്ന് ക്ഷീണിച്ചിട്ടല്ല.
ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ പിറകിൽ എന്തൊക്കെ പാർക്കൊക്കെ ഉണ്ടോ, എല്ലാവരും ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. സിറ്റി ഹോൾ. സ്റ്റെപ്പൻസ് കഴിക്കണോ? ഇതിൻ്റെ തൊട്ടപ്പുറം. സിറ്റിയെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആണ്. അതിൽ പറഞ്ഞു കൊടുക്കുന്നതല്ല, എവിടേക്കെന്ന് അറിയാതെ ഇങ്ങനെ തേരാപ്പാര നടക്കുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് തോന്നുന്നു. സിറ്റി കാണേണ്ടി തന്നെയാണല്ലേ അങ്ങോട്ട്. ഇവിടെ ഉണ്ട്. എല്ലാ ഫ്രെയിമിലും നടന്ന് വോൾഫ് ഫോർട്ട് ഓഫ് മൗണ്ട്രിയലിലെത്തിയായിരുന്നു. അതിൽ കുറേ ബോട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. നല്ല വെയിലാണ്, നല്ല ചൂടുണ്ട്. നടന്ന് നന്നായി ക്ഷീണിക്കും. ഒരു ഈവനിങ് ഒക്കെ വരികയാണെങ്കിൽ നല്ല സുഖമായിരിക്കും. മാർക്കറ്റ് മാത്രം നോക്കിയുണ്ട്. എന്തൊക്കെയോ ഫ്രഞ്ചിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഉള്ള തന്നെയാണോന്ന് അറിയില്ല. അവിടെ എഴുതി വെച്ച ഫ്രഞ്ചിൽ എന്തൊക്കെയോ വായിക്കുന്നതാണ്. ഇതെന്നെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. വെറുതെ പ്രവർത്തനം മാത്രമാണ്. ഇതങ്ങനെ തന്നെ വായിക്കണമെന്ന് ഇവർക്കൊന്നും അറിയുന്നില്ല. ഫ്രഞ്ച് ക്ലാസ്സിന് വേണ്ടി $600 കൊടുത്തിയാണ് ഇപ്പോൾ. അത് നഷ്ടമായി. ഇവിടെ ഹോട്ടലിൽ പോയപ്പോൾ ഹോട്ടലിലും എല്ലാവരും ഫ്രഞ്ച് തന്നെ ആയിരിക്കുമല്ലോ സംസാരിക്കാൻ. അറിയില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. ഒരു സ്റ്റീക്ക് കഴിക്കണമെന്നാണ് ആഗ്രഹം. സ്റ്റീക്ക് കഴിക്കാൻ. സ്റ്റീക്കൊക്കെ എല്ലാ കടയിലും ഉണ്ടാവില്ലേ സ്റ്റീക്ക്? ആ ശരി. ഒരാൾ എന്നോട് പറഞ്ഞിട്ട് 8 മണിക്ക് രാവിലെ 8 മണിക്ക് ഇറങ്ങി ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞത്. പൊരി വെയിലത്ത് ഒരു രക്ഷയില്ല. അപ്പം ഇവിടെ കുറച്ച് തണലുള്ളതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടല്ലേ ഇത് കേട്ടപ്പോഴുണ്ട്. ഫുഡും കൊണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം തേടി നടക്കുകയാണ്.
നടന്ന് വിശന്നൊരു പൈര് പോയി അത് ഒരു പിസ ഓർഡർ ചെയ്തു. നൈറ്റ് ലൈറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രസം ഉണ്ടാവില്ലേ? എന്ത് നല്ല അതിൻ്റെ ഫ്രണ്ട് പോകുന്നുണ്ടോ? എന്തോ ഫാൻസി കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ടുണ്ട് ഫോട്ടോഷൂട്ട്. ഏതാ സ്ഥലം? ഇത് നോർത്ത് ഡോം ബസിലിക്ക. നോർത്ത് ഡോം ബസിലിക്ക. നോർത്തല്ല, നോർത്ത്. നോർത്ത് ഇവിടെയാണോ മറ്റേ ഷോ ഉണ്ടാവുക? അതെ, നമ്മൾ നാളെ ഷോ കാണാൻ വരും. ആ, ഇവിടെ ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഷോ ഉണ്ട്. അതിന് നാളെയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ നാളെ വരും. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ സ്ഥലം. ആദ്യ സാധനം ഇതിൻ്റെ ബിൽഡിംഗ് ഒന്നും ആ ബിൽഡിംഗ് ഇത് കുറേ ആൾ ഫോട്ടോഷൂട്ടൊക്കെ കല്യാണം പോകുന്നു. ആ ബ്രൈഡൊക്കെ സെക്കൻഡ് ഇട്ടായിരുന്നു. അതിന് ഫുഡുണ്ട്. ഇവിടെ പന്തലൊന്നും ഇല്ലല്ലോ അല്ലേ? ഫുഡ് ഉണ്ടാവിടെങ്കിലും സമൂഹ വിവാഹം പോലെ ഉണ്ട്. ഇത് ആ ബൊക്ക പിടിച്ചിട്ടില്ലേ? അത് രണ്ടുപേരും. അച്ഛനോ? ആര് പറഞ്ഞു? പക്ഷെ ആ പെണ്ണിന് നല്ല വയസ്സ് തോന്നിയിട്ടുണ്ടല്ലോ. ഞാൻ പൂ വെച്ച ആളാണോ? ബ്ലാക്ക് സൂട്ട് പൂ വെച്ചുണ്ടോ? ഇങ്ങനെ നടന്ന് ചൈന ടൗണിലെത്തി. ഇതിലെ ഇവിടെ ചൈന, ഇതൊക്കെ ചൈനീസ് ബിൽഡിംഗ് ആണെന്നാണ് പറയുന്നത്. കുറച്ച് വെള്ളം എടുക്കാൻ വെച്ചു. പേടിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ പരിപാടി നിർത്തിയിട്ട് ഇനി തിരിച്ച് റൂമിലേക്ക് പോകാനുള്ള ഇതിലാണ്. നടന്ന് വയ്യാണ്ടായി. കാരണം ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ പോകണം.